ഇതാ എല്ലാരും സീറ്റ് എടുത്തോളൂ. എന്ത് കാര്യത്തിനാണ് സ്വീറ്റ്സ് കൊണ്ടുവന്നിരിക്കുന്നത്? റോഡ് മുഴുവൻ വലിയ വലിയ കുഴികളാണ്. ഇന്ന് കിറ്റിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അടികൈ. ഹാപ്പി ബർത്ത്ഡേ കിറ്റി. താങ്ക് യു. കിറ്റി പാർട്ടി തരുന്നുണ്ടോ? ബർത്ത്ഡേ എന്റെയാണ്, ഞാൻ തന്നെ നിങ്ങൾക്ക് പാർട്ടി തരണോ? പാർട്ടി ഞങ്ങൾ തരാം. സംശയമുണ്ടോ? വൗ, ഇതാണ് നല്ല ഫ്രണ്ട്ഷിപ്പ്. എന്റെ അങ്കിളിന് അടിപൊളി ഒരു ധാബയുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോവില്ല. ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാൻ പോവാണ്. ശുചിത്വമായിരുന്നാൽ രോഗങ്ങൾ തടുക്കാം. വാഗിറ്റി, നമുക്കെല്ലാവർക്കും സ്വീറ്റ് കൊടുക്കാം. അടികൈ. ബൈ, ഞാൻ വൈകിട്ട് വെയിറ്റ് ചെയ്യാവേ. ഓക്കെ കുട്ടികളെ, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്. ബൈ. റെസ്റ്റോറന്റിലേക്ക് പോകുന്ന എന്തിനാ പറഞ്ഞതാ? റെസ്റ്റോറന്റിൽ പോവാൻ എവിടുന്നാ പൈസ കിട്ടുക? ആ റെസ്റ്റോറന്റുകാരൻ എന്താ നിന്റെ അങ്കിളാണോ? അത് നിന്റെ അങ്കിളാണോ? എടാ, ചോദിക്കായിരുന്നു, ഞാൻ പറഞ്ഞതല്ല. സംശയമുണ്ടോ? അതിന് വഴിയുണ്ട്. പൈസ ഇട്ട് വെച്ച കുടം നമുക്ക് പൊട്ടിക്കാം. പ്രോബ്ലം സോൾവ്ഡ്. എന്റെ അമ്മച്ചി, ഈ പൈസ വെച്ച് റെസ്റ്റോറന്റിൽ പോയാ പണി കിട്ടും. വരൂ സാർ, എവിടെയാ ഇരിക്കുന്നേ? ഞങ്ങൾ കസേരയിൽ ഇരിക്കൂ, അല്ലാതെ വേറെ എവിടെ ഇരിക്കാനാ? ടേബിൾ ഫോർ 5 persons പ്ലീസ്. ഷുവർ മാഡം. താങ്ക്സ്. എവനൊക്കെ എവിടെന്ന് വരുന്നുവോ? ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് കുറവല്ലേ? ഞാൻ പോയി ഇപ്പൊ എടുത്തോണ്ട് വരാം. നീ എന്തിനു തല്ലിയത്? നീ കിട്ടിയിരിക്കാൻ പോയപ്പോ ചേറ് വലിച്ചതല്ലേ? എടാ, അതൊരു മര്യാദക്ക് ചെയ്തതാ. മനസ്സിലായോ നിനക്ക്? കഴുതേ. ആ, മനസ്സിലായി. ആരെങ്കിലും ഇരിക്കാൻ പോകുമ്പോ കസേര വലിച്ചാൽ അതിന്റെ പേര് മര്യാദ എന്നാണ്. അല്ല, ഞാൻ എവിടെ ഇരിക്കുക? Stupid. കിറ്റി, ഡാൻസ്. Sure. ഇന്നെന്തായാലും കിട്ടിക്കൊരു കാര്യം മനസ്സിലായി. ബന്നി ഒരു ഡാൻസർ ആണെന്ന്. സംശയമുണ്ടോ? ഞാനും നല്ലൊരു ഡാൻസർ തന്നെയാണ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. പക്ഷേ അതെങ്ങനെയാണ് കിട്ടി മനസ്സിലാക്കുക? നീ ഡാൻസ് കാണിച്ചാലേ അത് മനസ്സിലാവൂ. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.
ഇവരുടെ ഡാൻസ് ഉടനെ നിർത്തണം. നിർത്ത് നിർത്ത് നിർത്ത്. ഡിന്നർ ഓർഡർ ചെയ്യട്ടെ. ഞാൻ ചൈനീസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. സംശയമുണ്ടോ? ആ. ഈ നൂഡിൽസ് എന്താ ഇതുവരെ തീരാതിരിക്കുന്നത്? നീ എന്തായി കാണിച്ചേ? അല്ല, എന്ത് പറ്റി? ഒരു പക്ഷേ ഞാൻ നൂഡിൽസ് മര്യാദക്ക് കഴിച്ചു കാണില്ല. അതുകൊണ്ടായിരിക്കാം അവരെന്നെ തല്ലിയത്. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്നതിൽ കുറയ്ക്കയില്ല. ഇഷ്ടപ്പെട്ട ഗാനം ലൈവ് ബാൻഡിൽ തന്നെ നിങ്ങൾക്ക് പാടാവുന്നതാണ്. എന്ത് നല്ല ശബ്ദമാണ്. ഇനി ഞാൻ പാടാം. സംശയമുണ്ടോ? കലക്കി പോപ്പട്ട്, നീ പാട്ടിൽ കൂടെ തീപ്പൊരി തന്നെ കൊണ്ടുവന്നു. അത് പാടിയത് കാരണമല്ല, മുളക് കാരണം വന്നു പോയതാണ്. സംശയമുണ്ടോ? ജ്യൂസ് കഴിക്ക്, വായിൽ എരി മാറി കിട്ടും. വേണ്ട വേണ്ട, ജ്യൂസിന്റെ ആവശ്യമൊന്നും ഇല്ല. ഈ വെള്ളം കുടിച്ചാ മതി. എനിക്ക് വേണം ജ്യൂസ്. കൂടാതെ പോപ്പട്ടും വേണം ജ്യൂസ്. ഏതൊക്കെ ഫ്രഷ് ജ്യൂസ് ആണുള്ളത്? മാഡം, ഞങ്ങളുടെ അടുത്ത് ക്യാൻ ജ്യൂസേ ഉള്ളൂ. 500 വെറൈറ്റിയിൽ കൂടുതലുണ്ട്. 50 രൂപ മുതൽ 500 രൂപ വിലയുള്ള ബോട്ടിൽസും ഉണ്ട്. ഞങ്ങളുടെ ഫെസിലിറ്റി എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ള ജ്യൂസ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഹണി, ഞാൻ പോയി വില കുറഞ്ഞ ജ്യൂസ് എടുക്കാം. ഞാൻ പോയി ബെസ്റ്റ് ജ്യൂസ് കൊണ്ടുവരാം. ഹണി, കാച്ച് പിടിക്കേ, പൊട്ടാൻ പാടില്ല. ഹണി ക്യാച്ച്. അളിയ, ഒന്ന് പതുക്കെ എറിയന്നെ അളിയ. നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സോറി സർ, അറിയാതെ സംഭവിച്ചതാ. ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങൾ കാരണം റെസ്റ്റോറന്റ് തന്നെ തീ പിടിച്ചിരിക്കുകയാണ്.
ആരെങ്കിലും രക്ഷിക്കൂ. സോറി കിട്ടി, ഞങ്ങൾ നിന്റെ ബർത്ത്ഡേ തന്നെ നശിപ്പിച്ചു. സംശയമുണ്ടോ? വലിയ റെസ്റ്റോറന്റ് ഒക്കെ വിട്ടിട്ട് നീ തട്ടുകടയിൽ ഇരുന്ന് ആഹാരം കഴിക്കുവാണ്. പക്ഷെ ആഹാരം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റും ഉണ്ട്. ഈ ലസ്സിക്കകത്തുള്ള ടേസ്റ്റ് ഒന്നും ആ ജ്യൂസിൽ കിട്ടില്ലല്ലോ. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കി മാറ്റി.